എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. നമ്മൾ രാമായണ കഥ ആരംഭിച്ചു അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ഇന്ന് തുടർന്നാലോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കിന്ന് തുടങ്ങാം അല്ലേ? അപ്പോൾ മിഥിലയിൽ നടന്ന മഹത്തായിട്ടുള്ള വിവാഹം, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അപ്പോൾ സീതയും രാമനും, ഊർമിളയും ലക്ഷ്മണനും, മാണ്ഡവിയും ഭരതനും, ശ്രുതകീർത്തിയും ശത്രുഘ്നനും, അങ്ങനെ 4 വിവാഹങ്ങളും ഒരേ സമയം പൂർത്തിയായി. ജനകൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ദിവസങ്ങളോളം നിറഞ്ഞു നിന്ന ആഘോഷങ്ങൾ പതുക്കെ അവസാനിച്ചു. അങ്ങനെ മിഥിലയുടെ രാജാവായ ജനകൻ തൻ്റെ പുത്രിമാരെ സ്നേഹപൂർവ്വം യാത്രയാക്കുകയാണ്. അപ്പം രാമനോടൊപ്പം സീത അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ആ നിമിഷം ജനകൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്, അതേസമയം വേർപാടിൻ്റെ വേദനയും ഒരുമിച്ചുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ തന്നെയാണല്ലേ, നമ്മളെ മക്കൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന അച്ഛനമ്മമാരുടെ വേദന. ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടായിരിക്കും. അവർക്കൊരു ജീവിതം കിട്ടുന്നതിൻ്റെ സന്തോഷം ഉണ്ടായിരിക്കും, അതേസമയം അവരെ പിരിയേണ്ടി വരുന്ന വേദനയുണ്ടായിരിക്കും. അങ്ങനെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അയോധ്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. രാമനും സീതയും മുന്നോട്ടുള്ള പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ രാമനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിവാഹാനന്തര യാത്ര മാത്രമല്ലായിരുന്നു. കാരണം അദ്ദേഹം പുറപ്പെട്ടത് തന്നെ വിശ്വാമിത്രനോടൊപ്പം അല്ലേ? അതിനുശേഷം തിരിച്ച് അയോധ്യയിലേക്ക് എത്താണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അങ്ങനെ മിഥിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായം ആരംഭിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും അയോധ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. പക്ഷേ ആ യാത്രയിൽ എന്ത് സംഭവിച്ചു? അയോധ്യയിലേക്ക് പോകുന്ന വഴിയിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ അസാധാരണമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നു, പൊടിയും ഇരുട്ടും നിറയുന്നുണ്ട്, പക്ഷികളും മൃഗങ്ങളൊക്കെ വളരെ അസ്വസ്ഥരായിട്ടുള്ള പല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ യാത്രയിൽ ഉണ്ടായിരുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ദശരഥനും ഈ അശുഭ സൂചനകളെക്കുറിച്ചൊക്കെ ഓർത്ത് അദ്ദേഹവും ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആകാശത്തിൽ പക്ഷികളാണെങ്കിലോ അസാധാരണമായിട്ടുള്ള ശബ്ദവും ചില മൃഗങ്ങളുടെ ചലനങ്ങളും ശബ്ദങ്ങളൊക്കെ, ഇതൊക്കെ ദശരഥൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വസിഷ്ഠ മഹർഷിയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവർ അദ്ദേഹത്തെ കാണുന്നത്. ആരാണ്? കയ്യിൽ പരശു, ശരീരത്തിൽ തപസ്സിൻ്റെ തേജസ്സുണ്ട്, കണ്ണുകളിലാണെങ്കിലോ കടുത്ത ശക്തിയുണ്ട്. ഒരു വശത്ത് ബ്രാഹ്മണൻ്റെ തപസ്സും മറുവശത്ത് ക്ഷത്രിയൻ്റെ യുദ്ധവീര്യവും, ഇത് ഒരുമിച്ചുള്ളൊരു രൂപത്തെയാണ് അവർ കാണുന്നത്. ആരാണ് അദ്ദേഹം? ജമദഗ്നിയുടെ പുത്രനായ ഭാർഗവരാമനാണ്, അതായത് പരശുരാമൻ. അപ്പോൾ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അവർ മുന്നിൽ നേരിട്ട് കണ്ട ആ തേജസ്സുറ്റ ആ രൂപം ആരുടേതായിരുന്നു എന്നതായിരുന്നു ചോദ്യം. ആരായിരുന്നു അത്? ഭാർഗവരാമനാണ്. മഹർഷി എന്ന് പറയുന്നത് ഭൃഗുവംശത്തിൽപ്പെട്ട മഹാനായിട്ടുള്ള ഒരു ഋഷിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേണുക. ഇവരുടെ പുത്രന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായത് രാമനായിരുന്നു. പിന്നീട് ഈ രാമൻ തന്നെ ജമദഗ്നിയുടെ പുത്രനായിട്ടുള്ള, അതായത് ജാമദഗ്ന്യൻ, ഭാർഗവരാമൻ, പരശുരാമൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് മറ്റൊരു കഥാപാത്രം വരുന്നത്, കാർത്തവീര്യാർജുനൻ, അതായത് സഹസ്രാർജുനൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഹേഹയ വംശത്തിലെ മഹാരാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 1000 കൈകൾ ഉണ്ടായിരുന്നു എന്നാണ് പുരാണ പരമ്പരകളൊക്കെ പറയുന്നത്. അതായത് ദത്താത്രേയനെ ആരാധിച്ച് അദ്ദേഹം അതിശക്തമായിട്ടുള്ള വരങ്ങളൊക്കെ നേടിയതായിട്ടും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ വലിയ ശക്തിയുള്ള, കഴിവുള്ള, പ്രബലനായിട്ടുള്ള രാജാവായിരുന്നെങ്കിലും പിന്നീട് ഈ ശക്തി വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അഹങ്കാരം കൂടും അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം ഒരുപാട് ശക്തിയെല്ലാം നേടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അഹങ്കാരം വേരുറയ്ക്കുകയാണ്. അപ്പോൾ ശക്തി നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അപകടം ഉണ്ടാക്കും അല്ലേ? പ്രത്യേകിച്ചൊരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും ആയുധം, അങ്ങനെ അത് കൂടാതെ ഈ ഒരു ശക്തി കൂടി ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് വരങ്ങളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അഹങ്കാരം കൊടികുത്തി വാഴുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വരികയാണ്. അങ്ങനെ ഒരു ദിവസം കാർത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്താണ്. അപ്പോൾ ആശ്രമത്തിൽ ഒരു വലിയ സൈന്യത്തോടൊപ്പം അദ്ദേഹം പോകുന്ന വഴിയാണ് ആശ്രമത്തിലേക്ക് കയറുന്നത്. അപ്പോൾ മഹർഷിയുടെ ആശ്രമം
സാധാരണ ഒരു ചെറിയൊരു ആശ്രമമാണല്ലോ, അതിഥികൾക്ക് നൽകാൻ വലിയ വിഭവങ്ങളോ രാജകീയ സൗകര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കില്ല. പക്ഷേ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ഇവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം തയ്യാറാക്കി അവരെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം നൽകുകയാണ്. ഇത് കണ്ട് അദ്ദേഹം വളരെയധികം അതിശയിക്കുകയാണ്, ഈ കാർത്തവീര്യാർജുനൻ. കാരണം ഇത്രയേറെ സൈന്യങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് എത്തിയിട്ടുള്ള ഇത്രയേറെ പേർക്ക് ഒരുമിച്ച് ആഹാരം കൊടുക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു? അപ്പോഴാണ് അവിടെയുള്ള കാമധേനു എന്ന പശുവിനെ കുറിച്ച് അദ്ദേഹം അറിയുന്നത്. അപ്പോൾ ഈ പശുവിനെ കാമധേനു, സുരഭി എന്നിങ്ങനെ പല പേരുകളിലൊക്കെ പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹം തോന്നാണ്, ഇതിനെ ലഭിക്കണം, തനിക്കിതിനെ തരാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ജമദഗ്നി മഹർഷിയോട്. പക്ഷേ ഒരിക്കലും അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. പക്ഷേ ബലമായിട്ട് ഈ കാമധേനുവിനെ കാർത്തവീര്യാർജുനൻ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിന് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ, കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർ ബലമായിട്ട് ആശ്രമത്തിലെത്തി പിന്നീട് ആ പശുവിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭാർഗവരാമൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്തായിരുന്നു? പരശുവായിരുന്നു അല്ലേ, ഒരു വലിയ കോടാലി. അപ്പോൾ അതുമായിട്ട് വളരെ വലിയൊരു യുദ്ധം തന്നെ കാർത്തവീര്യാർജുനനുമായിട്ട് നടക്കുന്നു. അങ്ങനെ യുദ്ധത്തിൽ അദ്ദേഹത്തെ വധിക്കുകയാണ്. കാർത്തവീര്യാർജുനനെ പരശുരാമൻ വധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1000 കൈകൾ പരശുരാമൻ വെട്ടിമാറ്റി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കാർത്തവീര്യാർജുനൻ്റെ വധം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ പ്രതികാരത്തിൻ്റെ തീയ കത്തിക്കുകയാണ്. അതായത് അത്രയേറെ ദേഷ്യം അവർക്ക് പരശുരാമനോട് തോന്നുകയാണ്. അങ്ങനെ പരശുരാമൻ ആശ്രമത്തിലില്ലാത്ത സമയത്ത് അവർ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ആ സമയത്ത് അദ്ദേഹം തപസ്സിലായിരുന്നു. ആയുധമെടുത്ത് പോരാടാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. ആ അവസരം കാരണം അദ്ദേഹം തപസ്സിലായിരുന്നല്ലോ, ആ ഒരു അവസരം മുതലെടുത്ത് ഈ കാർത്തവീര്യൻ്റെ പുത്രന്മാർ ജമദഗ്നിയെ ആക്രമിച്ച് വധിക്കുകയാണ്. പരശുരാമൻ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? അദ്ദേഹത്തിൻ്റെ പിതാവ് കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതികാര അഗ്നി ഉടലെടുക്കുകയാണ്. അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. കാർത്തവീര്യാർജുനൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊന്നതിനാൽ, അതായത് അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ കൊന്നിട്ടുള്ളത്, താൻ ക്ഷത്രിയരെ മുഴുവൻ വീണ്ടും വീണ്ടും സംഹരിക്കും. അതായത് 21 തവണ അദ്ദേഹം ഭൂമിയെ വലം വെച്ച് ക്ഷത്രിയരെ സംഹരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് അവസാനം താൻ നേടിയ ഭൂമി മുഴുവൻ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്ത് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഈ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ശിവൻ്റെ ധനുസ് എടുത്ത് പ്രയോഗിച്ചതിന് ശേഷം വളരെ വലിയൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ തപസ്സിനെ ഭംഗം വരുത്തി. അതിനുശേഷം അദ്ദേഹം ഈ ശബ്ദം വന്നത് എവിടെ നിന്നാണ്, ആരാണ് ഈ ധനുസ് എടുത്ത് പ്രയോഗിച്ചത് എന്നറിയാൻ വേണ്ടി പുറപ്പെട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം നേരെ രാമനെ അഭിമുഖീകരിക്കുകയാണ്. അപ്പം രാമനാണെങ്കിലോ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ശാന്ത സ്വരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ വന്ന് നിന്നുകൊണ്ട് ഒരു ധനുസ് കാണിക്കുന്നുണ്ട്. അതായത് പരശുരാമൻ്റെ കയ്യിലും മറ്റൊരു ധനുസ്സുണ്ട്. ഇത് വിഷ്ണുവിൻ്റെ ധനുസ്സാണ്. അപ്പോൾ ഇവിടെ വാൽമീകിയുടെ വിവരണത്തിൽ ഈ 2 ധനുസുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ശിവൻ്റെ ധനുസ് രാമൻ മിഥിലയിൽ വെച്ചിട്ട് അത് പൊട്ടിച്ചുവല്ലോ. പരശുരാമൻ്റെ കയ്യിലുള്ളത് വിഷ്ണുവിൻ്റെ ധനുസ്സാണ്. അപ്പോൾ പരശുരാമൻ ഈ ധനുസ് രാമന് നൽകി. എന്നിട്ട് അതിൽ അമ്പ് ഘടിപ്പിച്ച് തൻ്റെ ശക്തി തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം തനിക്ക് രാമനുമായിട്ട് ദ്വന്ദ്വ യുദ്ധം ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പരശുരാമൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവസാനം രാമൻ എന്താ ചെയ്തത്? ശ്രീരാമചന്ദ്രൻ എന്താ ചെയ്തത്? അദ്ദേഹം വളരെ ശാന്തഭാവത്തോടു കൂടി തന്നെ പരശുരാമൻ തനിക്ക് തന്ന ആ ഒരു ധനുസ് എടുത്ത് പരശുരാമൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം രാമൻ എന്തു ചെയ്യുന്നു, ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്യുന്നു? അദ്ദേഹം ഈ വിഷ്ണു ധനുസ് ഏറ്റുവാങ്ങി അതിലും ഇതുപോലെ തന്നെ ചരട് കെട്ടിവലിച്ച് അതിനെ അമ്പ് ചെയ്യാൻ പ്രാപ്തമാക്കി നിർത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനേ സാധിച്ചില്ല പരശുരാമന്. കാരണം ഈ ഒരു ധനുസ് ഉയർത്താനും ഇതിൽ ബാണം ചേർത്ത് വയ്ക്കാനും ഈ ചരട് കെട്ടാനും ഇതിനൊന്നും സാധാരണ ഒരു മനുഷ്യന് സാധിക്കില്ല. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു മഹത്വം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. അങ്ങനെ അദ്ദേഹം ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇവർ തിരിച്ച് യിലേക്ക് എത്തുകയാണ്.
അങ്ങനെ അയോധ്യയിൽ വലിയൊരു ആഘോഷം നടക്കുകയാണ്. കാരണം ശ്രീരാമചന്ദ്രൻ്റെയും സഹോദരങ്ങളുടെയും വിവാഹം നടന്ന ദിവസമാണ്. അപ്പോൾ അയോധ്യ മുഴുവൻ ഇവരെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അങ്ങനെ 12 വർഷം സീതാരാമന്മാർ അയോധ്യയിൽ താമസിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹശേഷം രാമനും സീതയും അയോധ്യയിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ട് വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോടും മാതാപിതാക്കളോടുമൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 12 വർഷങ്ങൾ അവിടെ സുഖമായി അവർ ജീവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ദശരഥൻ്റെ പ്രായവും വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അടുത്ത ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. രാമൻ അപ്പോഴേക്കും ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഒരു രാജകുമാരൻ എന്ന നിലയിൽ മാത്രമൊന്നുമല്ല, ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഗുണങ്ങളും എല്ലാം ജനങ്ങളിൽ ഒരുപാട് സന്തോഷമായിരുന്നു അവർക്ക് അത്തരത്തിലൊരു രാജകുമാരനെ അവർക്ക് ലഭിച്ചതിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, മുതിർന്നവരോടുള്ള ബഹുമാനം, ജനങ്ങളോട് എത്രമാത്രം സൗമ്യമായിട്ട് പെരുമാറുന്നു എന്നുള്ളതെല്ലാം അദ്ദേഹത്തെ ജനങ്ങളിൽ ഏറ്റവും നല്ല ഗുണങ്ങളുള്ള ഒരു രാജകുമാരൻ എന്ന നിലയിൽ അവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തെ. അങ്ങനെയാണ് ഭരതൻ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മാതുലനായിട്ടുള്ള, അതായത് കേകയ രാജാവിൻ്റെ ദേശത്തേക്ക്, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ശത്രുഘ്നനും അദ്ദേഹത്തോടൊപ്പം പോയി. അങ്ങനെ ദശരഥൻ ആ സമയത്താണ് തൻ്റെ ജീവിതത്തിലെ വലിയൊരു തീരുമാനം എടുക്കുന്നത്. കാരണം ഒരുപാട് കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു, ജനങ്ങളെ സേവിച്ചു. ഇനി അദ്ദേഹത്തിനും പ്രായമായി തുടങ്ങിയല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ഒരു രാജ്യത്തിൻ്റെ ഭാവി അടുത്തതായിട്ട് രാമൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന ചിന്തയോടെ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയായിരുന്നു. മാത്രമല്ല, രാമൻ്റെ സ്വഭാവവും ധർമ്മിഷ്ഠമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. പിന്നെ ജനങ്ങളുടെ സ്നേഹം, രാമനോടുള്ള സ്നേഹം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ അദ്ദേഹം മന്ത്രിമാരെയും പ്രധാനപ്പെട്ട ആളുകളെയും പ്രതിനിധികളെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ ഒരു ആഗ്രഹം അറിയിക്കുകയാണ്. അങ്ങനെ രാമനെ യുവരാജാവാക്കുന്നതിൽ എല്ലാവർക്കും ഒരേപോലെ സമ്മതമായിരുന്നു, സന്തോഷമായിരുന്നു. അങ്ങനെ രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അവിടെ സംഭവിക്കുകയായിരുന്നു. ഇവിടെ രാമൻ രാജാവാകണമെന്നത് ദശരഥൻ്റെ മാത്രം ആഗ്രഹമല്ലായിരുന്നു. അയോധ്യയിലെ മുഴുവൻ ജനങ്ങൾക്കും രാമനിൽ വളരെ വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദശരഥൻ്റെ ഈ ഒരു തീരുമാനം കേട്ടപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സന്തോഷം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദശരഥൻ രാമനെ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത ദിവസം തന്നെ യുവരാജാവായിട്ട് അഭിഷേകം നടത്താനാണ് തൻ്റെ തീരുമാനമെന്നും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിലാണെങ്കിലോ അമിതമായിട്ടുള്ള സന്തോഷമോ പ്രതീക്ഷയോ അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് കേൾക്കുമ്പോൾ. കാരണം രാമൻ ഒന്നിനോടും പ്രത്യേകമായിട്ട് ഒരു ആസക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അതിശയമോ അമിതമായിട്ടുള്ള ആഹ്ലാദമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാജ്യം ലഭിക്കുന്നു എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തിപരമായ നേട്ടമല്ല, പക്ഷേ പിതാവ് തന്നെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചത്. പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. അയോധ്യ വീണ്ടും സന്തോഷത്തിലും ആഘോഷത്തിലാണ്. നഗരങ്ങളിലും വീടുകളിലും രാജധാനികളിലും എല്ലാം അലങ്കാരങ്ങളും അതുപോലെ അത്തരം പൂക്കളും തോരണങ്ങളും എല്ലാം നിറഞ്ഞു. അങ്ങനെ ഓരോ പല പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി. അങ്ങനെ എല്ലാവരും അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഇതേ സമയം രാമനും സീതയും എല്ലാവരും ഈ അഭിഷേകത്തിന് മുൻപ് വ്രതങ്ങളും ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ വസിഷ്ഠൻ രാമൻ്റെ ഭവനത്തിലെത്തി സീതയോടൊപ്പം ഉപവാസം അനുഷ്ഠിക്കാനായിട്ട് രാമനോട് നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ അവർ നാരായണനെ ധ്യാനിക്കുകയും ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു പോന്നു. പക്ഷേ അന്നത്തെ ആ ഒരു രാത്രി ഉത്സവത്തിൻ്റെ രാത്രി മാത്രമായിരുന്നില്ല. അതേസമയം മനുഷ്യൻ്റെ മനസ്സിലുള്ള കുടിലമായിട്ടുള്ള ചില ചിന്തകൾ എല്ലാവരുടെയും സന്തോഷത്തെ ഒരുപോലെ തകർക്കുന്നതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല ആളുകളും നമുക്കിടയിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് രാമായണത്തിൽ നമ്മൾ കാണുന്ന മന്ധര കൈകേയിയുടെ ദാസിയായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിലോ ഇത്തരം ഒരു കുടിലബുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ എന്ന് വേണം കരുതാനായിട്ട്. കാരണം എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. കാരണം രാമൻ്റെ ജന്മോദ്ദേശ്യം എന്ന് പറയുന്നത്
രാക്ഷസ നിഗ്രഹം അല്ലെങ്കിൽ രാവണ നിഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാമനെ ഈ പട്ടാഭിഷേകത്തിലൂടെ അയോധ്യയിൽ പിടിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മന്ദര എന്ന ദാസിയുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ സരസ്വതി ദേവി അവരുടെ നാവിൽ വിളയാടി അവരെ കൊണ്ട് പറയിപ്പിച്ച പല കാര്യങ്ങളുമാണ് ഈ ഒരു കഥയിൽ വഴിത്തിരിവായിട്ട് വരുന്നത്. അങ്ങനെ മന്ദര കൈകേയിയെ സന്ദർശിക്കുകയും ഈ ഒരു ആഘോഷവും ഉത്സവവും എല്ലാം കണ്ട മന്ദര നേരെ കൈകേയിയെ സമീപിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിലോ കൈകേയിയോടൊപ്പം അവരുടെ കുടുംബത്തിൽ കൈകേയിയുടെ കുടുംബത്തിൽ വളർന്ന ഒരാളായിരുന്നു. അപ്പോൾ സ്വന്തം അമ്മയെപ്പോലെ കൈകേയിയെ സംരക്ഷിച്ചും സ്നേഹിച്ചും ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് കൈകേയിയുടെ മേൽ ഈ മന്ദരയ്ക്ക് ചെറിയൊരു സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാമൻ്റെ യുവരാജാവായിട്ടുള്ള അഭിഷേകം നടക്കുകയാണ് അടുത്ത ദിവസം. അങ്ങനെ കൈകേയിയുടെ മനസ്സിൽ രാമനോട് ഏറ്റവും സ്നേഹം വേണമെങ്കിൽ കൗസല്യേക്കാൾ കൈകേയിക്കാണെന്ന് പറയേണ്ടി വരും. അത്രയേറെ സ്നേഹമായിരുന്നു. ഭരതനേക്കാൾ രാമനെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു കൈകേയി. അവരുടെ മനസ്സിൽ രാമൻ അതായത് രാമൻ പട്ടാഭിഷേകമാണ് രാമൻ്റെ എന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചതും കൈകേയി മാതാവ് തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. ഈ സമയത്താണ് മന്ദര കൈകേയിയെ സമീപിക്കുന്നത്. അപ്പം രാമൻ രാജാവാകുന്നതിൽ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മനസ്സിലാക്കിയ മന്ദര തൻ്റെ വക്രബുദ്ധി ഉപയോഗിക്കുകയും അവിടെ അവളുടെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമെല്ലാം മന്ദര കൈകേയിയുടെ സന്തോഷത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. രാമൻ രാജാവായാൽ ഭരതൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്നൊക്കെയുള്ള ഭയം വളർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ കൈകേയിക്ക് ആദ്യമൊന്നും രാമനോടൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ രാമൻ്റെ രാജ്യാഭിഷേകത്തെക്കുറിച്ച് ഓർത്തുള്ള വേദനയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് പലതും പറഞ്ഞ് മന്ദര കൈകേയിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് രാമൻ യുവരാജാവായി കഴിഞ്ഞാൽ കൗസല്യയായിരിക്കും രാജമാതാവിൻ്റെ സ്ഥാനത്തേക്ക് എത്തുക. നീ വെറും ഒരു തോഴിയായിട്ട് തന്നെ തുടരേണ്ടി വരും. നിൻ്റെ മകനോ അവൻ്റെ സൈന്യാധിപനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു സേവകനോ ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഭരതൻ്റെ ഭാവി എന്തായിരിക്കും? ഇത്തരം ചിന്തകളെല്ലാം പതുക്കെ പതുക്കെ മന്ദര കൈകേയിയുടെ മനസ്സിൽ വിതയ്ക്കുകയാണ്. ഇവിടെ മന്ദരയുടെ യഥാർത്ഥ ശക്തി അവളുടെ ആ വാക്കുകളിലൂടെ കൈകേയിയുടെ മനസ്സിലേക്ക് തുളച്ചു കയറാണ്. അവളുടെ മനസ്സിൽ അതൊരു ഭയമായിട്ട് വളർന്നു വരികയാണ്. ഇത് മനുഷ്യ മനസ്സിൻ്റെ വളരെ സാധാരണമായിട്ടുള്ളൊരു സ്വഭാവമാണ് അല്ലേ. അതായത് ഒരാൾക്ക് നേരിട്ട് ദോഷം ചെയ്യണമെന്ന് ആദ്യം തോന്നിക്കില്ല. പക്ഷേ വീണ്ടും വീണ്ടും പല പല അപകട സാധ്യതകളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഒരിക്കലും തോന്നാത്ത പല ഭയങ്ങളും ഇത്തരക്കാർ നമ്മളിൽ സൃഷ്ടിക്കും. ഇതുപോലെ തന്നെയാണ് രാമായണത്തിലും ഈ ഒരു മന്ദര എങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ വാക്കുകൾ കൊണ്ട് മാറ്റാൻ കഴിയുമെന്നതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഉദാഹരണം എന്ന് തന്നെ വേണം മന്ദരയെ പറയാൻ. അങ്ങനെ രാമൻ രാജാവായാൽ ഭരതൻ പിന്നിലാകും. പിന്നെ ദശരഥൻ്റെ സ്നേഹവും സ്വാധീനവും ഒക്കെ കൈകേയിയേക്കാൾ കൂടുതൽ കൗസല്യയ്ക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലും ഇവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന കൈകേയിയുടെ ചോദ്യത്തിന് മന്ദര ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ദശരഥൻ നിനക്കൊരു വാഗ്ദാനം തന്നിരുന്നു. അതായത് ദശരഥൻ ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ പോയിരുന്നു. ആ യുദ്ധത്തിൽ കൈകേയിയും അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഗുരുതരമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ കൈകേയി അദ്ദേഹത്തെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദശരഥൻ അവൾക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അന്ന് അവൾ അത് സ്വീകരിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞ് അന്ന് അത് സ്വീകരിച്ചില്ല. അതിനുള്ള ശരിയായ സമയം ഇതാ വന്നിരിക്കുന്നു എന്നാണ് മന്ദര അവളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 വരങ്ങളിൽ ഒന്നിലൂടെ നിനക്ക് ഭരതനെ രാജാവാക്കാം. മറ്റൊന്ന് രാമനെ 14 വർഷത്തേക്ക് വനത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് നീ ഈ 2 വരങ്ങളും ദശരഥ മഹാരാജാവിൽ നിന്ന് നേടിയെടുത്തേ മതിയാകൂ. വളരെ കുറച്ച് സമയമേയുള്ളൂ. നാളെ പുലരുന്നതോടെ രാമൻ യുവരാജാവായി അഭിഷേകം നടത്തപ്പെടും. അതിനു മുൻപ് ഇതെല്ലാം നീ രാജാവിൽ നിന്നും നേടിയെടുക്കണമെന്ന് പറഞ്ഞ് മന്ദര ഈ കൈകേയി മാതാവിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രാമചരിത മാനസത്തിലൊക്കെ പറയുന്നത് സരസ്വതി മന്ദരയുടെ ബുദ്ധിയെ മാറ്റുന്നു എന്നൊക്കെയാണ്. അധ്യാത്മരാമായണത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ വാൽമീകി രാമായണത്തിൽ ദേവന്മാരുടെ ഇടപെടലുകളോ സരസ്വതി ദേവിയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. മന്ദര കൈകേയിയെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ രാമൻ്റെ വനവാസത്തിനാണെന്നുണ്ടെങ്കിലോ ഈ അദ്ദേഹം
14 വർഷത്തേക്ക് വനവാസം, ദണ്ഡകാരണ്യത്തിന് പോകണം എന്നാണല്ലോ വരമായിട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ കേട്ടപ്പോഴും കൈകേയിയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മന്ധര അത്രമാത്രം അവളെ സ്വാധീനിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കൈകേയി അങ്ങനെ ക്രോധാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രോധാലയം എന്ന് പറയുമ്പോൾ അവരുടെ കോപവും ക്രോധവും ദുഃഖവും ഒക്കെ പ്രകടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കൈകേയി തൻ്റെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചു, അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കുകയാണ്. ദശരഥൻ തന്നെ കാണാൻ വരുമ്പോഴോ അവൾ വളരെ വിവശയായി വേദനിച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു കൈകേയി. അതുകൊണ്ട് തന്നെ അവളെ ഈ അവസ്ഥയിലേക്ക് കണ്ട അദ്ദേഹം വളരെയേറെ വേദനിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കാരണം തിരക്കുമ്പോൾ എന്താണ് കൈകേയി പറയുന്നത്? തനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന 2 വരങ്ങൾ ഇപ്പോൾ തന്നെ വേണം. അതിലൊന്ന് ഭരതനെ രാജാവാക്കണം, അടുത്തത് രാമൻ 14 വർഷത്തേക്ക് വനത്തിലേക്ക് പോകണം. ഇത് കേട്ട ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് ഇത് സത്യമാണോ അല്ലെങ്കിൽ തൻ്റെ ഭ്രമമാണോ എന്ന് പോലും കുറച്ചു നേരത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്രയേറെ അദ്ദേഹം രാമനെ സ്നേഹിച്ചിരുന്നു. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ യുവരാജാവാകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ നിൽക്കുന്ന രാജാവായിട്ടുള്ള അദ്ദേഹം, പിതാവായ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വലിയൊരു വിപത്താണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേദന പറയാനുണ്ടോ? അദ്ദേഹം ഒരുപാട് കൈകേയിയോട് അപേക്ഷിക്കുന്നുണ്ട്, ഇതിൽ നിന്നും പിന്മാറാൻ പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം കണ്ണീരൊഴുക്കിയിട്ടും എത്രയൊക്കെ പറഞ്ഞിട്ടും കൈകേയി തൻ്റെ തീരുമാനം മാറ്റാനായിട്ട് തയ്യാറാവുന്നില്ല. അടുത്ത ദിവസം പുലർന്നു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സുമന്ത്രരും വസിഷ്ഠ മഹർഷിയും ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് രാമനെയും കൂട്ടി ദശരഥ മഹാരാജാവിനെ കാണാൻ വരികയാണ്. അപ്പോഴാണ് ദശരഥ മഹാരാജാവിൻ്റെ ഈ അവസ്ഥ കണ്ട് എല്ലാവരും പരിഭ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ കൈകേയി പറയാണ്, രാമനോടായിട്ട് പറയാണ്, നിൻ്റെ അച്ഛൻ എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ചോദിച്ചു. ഭരതനെ രാജാവാക്കണം. അതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേദനയൊന്നും തോന്നിയില്ല. കാരണം തൻ്റെ സഹോദരൻ രാജാവാകുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. രാമനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരങ്ങളെ അത്രയേറെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അടുത്തതായിട്ട് രാമൻ 14 വർഷത്തേക്ക് ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കണം. ഇതുകൂടി കേട്ടപ്പോൾ എല്ലാവരും ഒരേ സമയം ഞെട്ടിത്തിരിക്കുകയാണ്. കൈകേയിയുടെ കഠിനമായിട്ടുള്ള, അതായത് മരണത്തെപ്പോലെ കഠിനമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് പോലും രാമൻ മനസ്സുകൊണ്ട് കുലുങ്ങുന്നില്ല. പക്ഷെ രാജ്യം നഷ്ടപ്പെടുന്നു എന്ന വാർത്തയേക്കാൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് തകർന്ന് നിലംപരിശായിട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ആ പിതാവ് അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് അദ്ദേഹം വേദനിച്ചത്. അപ്പോൾ ദശരഥൻ മഹാരാജാവിന് തന്നോട് പറയാൻ കഴിയാത്ത ഈ ഒരു വേദനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അദ്ദേഹം അവിടെ വെച്ചിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രശ്നം സിംഹാസനമല്ല, അച്ഛൻ്റെ വാക്കാണ്. ഇത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ രാമൻ്റെ സ്വഭാവത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുൻപിൽ 2 വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അതായത് ഒന്നിലൂടെ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് രാജസിംഹാസനം നേടാം, മറ്റൊന്നിലൂടെ പോയാൽ അദ്ദേഹത്തിന് 14 വർഷത്തെ വനവാസമായിരിക്കും ലഭിക്കുക. സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും ആദ്യത്തെ വഴിയിലൂടെ മാത്രമേ പോകൂ. പക്ഷേ രാമൻ നോക്കിയത് തൻ്റെ അവകാശത്തിലേക്കല്ല, മറിച്ച് കടമയിലേക്കാണ്. ദശരഥൻ ഒരിക്കൽ കൈകേയിക്ക് നൽകിയ വാക്ക് അത് തെറ്റിക്കരുത് എന്ന ചിന്തയിലൂടെയാണ് രാമൻ മുന്നോട്ട് പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ലഭിക്കുമ്പോൾ മാത്രം സന്തോഷിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കുക എന്ന ചിന്തയാണ് സാധാരണ നമ്മൾ മനുഷ്യരുടെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മൾ അത്തരത്തിലാണ് സ്വീകരിക്കുക, അല്ലേ? പക്ഷേ എത്ര വലിയ കിരീടമാണെങ്കിലും സിംഹാസനാണെങ്കിലും അതിനേക്കാൾ അദ്ദേഹം ധർമ്മത്തിലൂടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ രാമൻ കൈകേയിയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല, പിതാവിനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഭരതനോട് ഒരു വിരോധവും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഭരതന് രാജ്യം ലഭിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. കാരണം രാമൻ്റെ മനസ്സിൽ ഭരതൻ തൻ്റെ സഹോദരനാണ്, ശത്രുവല്ല. അപ്പോൾ സിംഹാസനം ആരുടെ കയ്യിലേക്ക് പോകുന്നു എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പിതാവിൻ്റെ വാക്ക് എങ്ങനെ പാലിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. അപ്പോൾ ലക്ഷ്മണൻ്റെ ഉള്ളിൽ പക്ഷേ അത്തരത്തിലുള്ള വികാരങ്ങളൊന്നും ആയിരുന്നില്ല. രാമന് സംഭവിച്ച അനീതി ലക്ഷ്മണൻ ഒരിക്കലും സഹിക്കാനായില്ല. കൗസല്യയുടെ കണ്ണുനീരും രാമൻ്റെ വനവാസ വാർത്തയും കൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖം ആളിക്കത്തി ക്രോധമായിട്ട് മാറുകയാണ്. വാൽമീകി ലക്ഷ്മണൻ്റെ അവസ്ഥയെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപമ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. കോപം കൊണ്ട് കണ്ണുകൾ വലുതായി, ദുഃഖത്തിലും രോഷത്തിലും വിറച്ചൊരു പാമ്പിനെ പോലെ ശ്വാസം വിടുന്ന ഒരാളായി അദ്ദേഹം മാറും. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമാത്രം
രോഷം പൊട്ടി അണ പൊട്ടി ഒഴുക എന്ന് പറയില്ലേ, അദ്ദേഹം ചിന്തിക്കുന്നത് ഇതൊരിക്കലും നീതിയല്ല. രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രാജ്യത്തിൽ നിന്നും പുറത്താക്കാൻ മാത്രം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജനങ്ങളാണെങ്കിൽ രാമനെ സ്നേഹിക്കുന്നു, അദ്ദേഹം രാജ്യം സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരു സ്ത്രീയുടെ വാക്കിൻ്റെ പേരിൽ കാട്ടിലേക്ക് അയക്കുന്നത് എങ്ങനെ ശരിയാകും? ഇതാണ് ലക്ഷ്മണൻ്റെ ചോദ്യം. ഇവിടെയാണ് ലക്ഷ്മണൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണേണ്ടത്. രാമൻ ധർമ്മത്തെ മുൻനിർത്തി തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ലക്ഷ്മണൻ സ്നേഹത്തെ മുൻനിർത്തി അനീതിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അതായത് രാമനും ലക്ഷ്മണനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും ഓരോ സന്ദർഭങ്ങളോടും പ്രതികരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ലക്ഷ്മണൻ കൈകേയിയെയും ദശരഥനെയും വളരെ കടുത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതായത് ദശരഥൻ വാർദ്ധക്യത്തിലും ഇന്ദ്രിയാസക്തിയിലും കൈകേയിയുടെ സ്വാധീനത്തിൽപ്പെട്ട് വിവേകം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. രാമനെ പോലൊരു നിർദോഷനായിട്ടുള്ള മകനെ യാതൊരു കാരണവുമില്ലാതെ കാട്ടിലേക്ക് അയക്കുന്നത് ധർമ്മമല്ലെന്നും അദ്ദേഹം ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. അതിനേക്കാൾ ദശരഥൻ ഇങ്ങനെ തന്നെ രാമൻ്റെ ശത്രുവായിട്ട് പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയേണ്ടതാണെന്നും ആവശ്യമാണെങ്കിൽ ശിക്ഷിക്കണമെന്ന് പോലും ലക്ഷ്മണൻ ക്രോധത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സഹോദര സ്നേഹം കൊണ്ട് അന്ധനായിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ്റെ ക്രോധം സത്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തിലൂടെ നമുക്ക് ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കും ഇത്തരത്തിലുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു യന്ത്രമൊന്നും അല്ലല്ലോ നമുക്ക് സ്നേഹവും നീതിബോധവും കോപവും ഒക്കെ ഉണ്ടാവും സാധാരണ മനുഷ്യനായിടത്തോളം അല്ലേ. പക്ഷേ രാമനെ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം അവൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്മണസ്വാമി അങ്ങനെ പ്രതികരിക്കുന്നത്. പക്ഷേ രാമനാണെങ്കിലോ ആ കോപത്തെ വളരാൻ അദ്ദേഹം അനുവദിച്ചില്ല. ലക്ഷ്മണന് തോന്നുന്നത് ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു. അയോധ്യയെ രാമൻ്റെ പക്ഷത്ത് നിർത്താം, കൈകേയിയുടെ തീരുമാനം തടയാം, ആവശ്യമെങ്കിൽ ആയുധം പോലും എടുക്കാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത. പക്ഷേ രാമൻ അതിനൊന്നും സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. പിതാവിൻ്റെ വാക്ക് പാലിക്കുന്നതിൽ നിന്നും ആർക്കും തന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു രാമൻ്റെ നിലപാട്. ഇവിടെയാണ് സഹോദരന്മാർ തമ്മിലുള്ള വ്യത്യാസം. ലക്ഷ്മണൻ്റെ സ്നേഹം പ്രതികരണമായിട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ രാമൻ്റെ സ്നേഹം അദ്ദേഹം അത് നിയന്ത്രിച്ചുകൊണ്ട്, വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ആ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഒരാൾ അനീതിക്കെതിരെ ഉടൻ പൊരുതാൻ തയ്യാറാവുകയാണ്, മറ്റേയാളാണെങ്കിലോ ധർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് മാറാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രാമൻ ലക്ഷ്മണനെ മനസ്സിലാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കോപത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നു, അപമാനിക്കുന്നില്ല. എങ്കിലും ആ കോപം അയോധ്യയെ മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. അപ്പോൾ പട്ടാഭിഷേകത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു സാഹചര്യം, അതായത് ആഘോഷങ്ങൾ, അതൊന്നും അവസാനിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഭരതൻ രാജാവാകാൻ പോവുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമൻ അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിക്കുകയും സ്വയം ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടാനുള്ള ആ ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം കൗസല്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുൻപ് വരെ തൻ്റെ മകൻ്റെ പട്ടാഭിഷേകം സ്വപ്നം കണ്ടു നിന്നിരുന്ന ആ അമ്മയുടെ അവസ്ഥ എന്താണ്? മകൻ തൻ്റെ മുന്നിൽ വനത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എന്നാൽ രാമൻ അവിടെയും തൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അമ്മയുടെ ദുഃഖം ഒന്നും കൂട്ടുന്നില്ല. അതുപോലെ പിതാവിൻ്റെ വാക്ക് പാലിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അമ്മയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൗസല്യയ്ക്ക് മകനെ തടയണം, പക്ഷെ രാമൻ്റെ മനസ്സ് മാറില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അതിന് ശ്രമിക്കുന്നില്ല. അവസാനം രാമൻ വനത്തിലേക്ക് പോകാനുള്ള അനുഗ്രഹവും വാങ്ങി അതിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. പക്ഷെ രാമൻ ഒറ്റയ്ക്കാണ് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ അതായത് സീത ഒപ്പം പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. രാമൻ സീതയെ വനത്തിലേക്ക് കൊണ്ടുപോകാൻ ആദ്യമൊന്നും തയ്യാറായിരുന്നില്ല. കാരണം കാട്ടിലെ ജീവിതം രാജമന്ദിരത്തിലെ ജീവിതമല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ സൗകര്യങ്ങളില്ല, നിലത്ത് കിടക്കണം, കാട്ടിലാണെങ്കിൽ ചൂടും മഴയും എല്ലാം സഹിക്കണം, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും, പിന്നെ മുള്ളുകളും കല്ലുകളും ഒക്കെ നിറഞ്ഞ വഴികളായിരിക്കും, കാട്ടുമൃഗങ്ങൾ ഭയപ്പെടുത്താനുണ്ടായിരിക്കും, അതുപോലെ ഋഷിമാരുടെ ആശ്രമങ്ങളിൽ കഴിയേണ്ടി വരും, രാജകുമാരിയായിട്ട് വളർന്ന സീതയ്ക്ക് ഇതൊക്കെ വളരെ കഠിനമായിരിക്കും എന്നൊക്കെ രാമൻ പറയുന്നുണ്ട്. പക്ഷേ സീതയ്ക്ക് യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അവളുടെ മുന്നിൽ 2 ജീവിതങ്ങളുണ്ടായിരുന്നു. രാമനോടൊപ്പം കാട്ടിൽ കഷ്ടപ്പെട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ രാമനില്ലാതെ അയോധ്യയിലെ സുരക്ഷിതമായിട്ടുള്ള ജീവിതം. പക്ഷേ സീത ആദ്യത്തെ ആ ഒരു ജീവിതത്തെയാണ് തിരഞ്ഞെടുത്തത്.
അതായത് സീത ഇവിടെ ശക്തമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് വാൽമീകി എടുത്ത് പറയുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ പിന്നാലെ പോകുന്നില്ല, തൻ്റെ തീരുമാനത്തിനുള്ള കാരണം കൂടി പറയുന്നുണ്ട്. അതായത് രാമനോട് വാദിക്കുന്നുണ്ട്, രാമൻ്റെ വാക്കുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്, തൻ്റെ അവകാശം നേടിയെടുക്കാൻ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാമൻ അവളെ മനസ്സിലാക്കിക്കാൻ പല രീതിയിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും രാമനേക്കാൾ വലുതായിരുന്നില്ല. രാമനില്ലാത്ത അയോധ്യയേക്കാൾ രാമനോടൊപ്പമുള്ള കാടാണ് സീതയ്ക്ക് ഏറ്റവും സന്തോഷം നൽകിയിരുന്നത്. അപ്പോൾ തനിക്ക് അതായത് ഒരിക്കലും താൻ കഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ രാമൻ തടയുന്നത്. അതേ സംരക്ഷണം തന്നെ അവൾക്ക് വേർപാടായി തോന്നുകയാണ്. അതായത് സീതയുടെ പ്രതികരണം ശക്തമാകുന്നതിന് കാരണം അവൾ എന്ന ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ, അതായത് ഏതവസ്ഥയിലും സന്തോഷത്തിലും സുഖത്തിലും സൗകര്യത്തിലും മാത്രമല്ലല്ലോ, എല്ലാ വേദനകളിലും ദുഃഖങ്ങളിലും ഭർത്താവിനോടൊപ്പം ചേരേണ്ടവളല്ലേ ഭാര്യ, ഭർത്താവിനെ പിന്തുടരേണ്ടവളല്ലേ ഭാര്യ. ഈ ഒരു വാക്ക് അവളെ ഒരിക്കലും രാമന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ മുന്നിലുള്ള കഷ്ടതകളൊന്നും അവളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ലെന്ന് കണ്ട അവസാനം അവളെ കൂടെ കൊണ്ടുപോകാൻ രാമൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ലക്ഷ്മണൻ വീണ്ടും എത്തുന്നുണ്ട്. രാമനും സീതയും തമ്മിലുള്ള സംഭാഷണമൊക്കെ കേട്ട ലക്ഷ്മണന് തൻ്റെ വികാരം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. രാമനെയും സീതയെയും വിട്ട് അയോധ്യയിൽ തുടരാൻ ഒരിക്കലും ലക്ഷ്മണന് കഴിയില്ലായിരുന്നു. രാമൻ പല കാരണങ്ങളും പറഞ്ഞ് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്മണൻ്റെ തീരുമാനം മാറിയില്ല. രാമൻ എവിടെയാണോ അവിടെയാണ് ലക്ഷ്മണൻ്റെ ജീവിതം എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ രാമനില്ലാതെ താൻ അയോധ്യയിൽ കഴിയില്ലെന്ന് സീതയും ലക്ഷ്മണൻ രാമനെ വിട്ട് അയോധ്യയിൽ കഴിയില്ലെന്ന ലക്ഷ്മണനും ഒരേ മനസ്സോടെ രണ്ടുപേരും അദ്ദേഹത്തോടൊപ്പം ചേരാണ്. അങ്ങനെ രാമൻ്റെ വനവാസം രാമൻ്റെ മാത്രം യാത്രയല്ലാതായി. സീതയുടെ സ്നേഹവും ലക്ഷ്മണൻ്റെ സഹോദര ഭക്തിയും അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് പോകാൻ അവർ തയ്യാറാവുകയാണ്. ഇനി ലക്ഷ്മണനാണെങ്കിലോ ഭാര്യയോടും അമ്മയോടും സംസാരിക്കണം ഇതിനെക്കുറിച്ച് അല്ലേ. ആദ്യം അവൻ സുമിത്രയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സുമിത്രയോടൊപ്പമുള്ള ആ ഒരു രംഗം രാമായണത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒന്നാണ്. കാരണം മകൻ വനത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ടും അവൾ അവനെ തടയുന്നില്ല. അവൻ്റെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തുന്നില്ല. മറിച്ച് അവൻ്റെ മുന്നിൽ ഒരു പുതിയ ജീവിത ധർമ്മത്തെയാണ് ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. വാൽമീകിയുടെ സുമിത്ര ലക്ഷ്മണനോട് പറയുന്നത് രാമനെയാണ് ഇനി തൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിട്ട് കാണേണ്ടത്. അതായത് ഇനി മുതൽ ദശരഥൻ്റെ സ്ഥാനത്ത് കാണേണ്ടത് രാമനെയാണ്. രാമനെ പിതാവിനെ പോലെ കാണണം. രാമൻ ഉള്ളിടം തന്നെയാണ് ലക്ഷ്മണന് അയോധ്യ. അതായത് കാനനം തന്നെയാണ് ഇനി അയോധ്യ. രാമൻ്റെ സേവനമാണ് ഇനി നിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം അല്ലെങ്കിൽ ലക്ഷ്യം. ഇത് ഒരു അമ്മയുടെ സാധാരണ വാക്കുകളൊന്നുമല്ല. സ്വന്തം മകനെ നഷ്ടപ്പെടുന്നു എന്ന ചിന്തയേക്കാൾ തൻ്റെ മകൻ ധർമ്മത്തിലേക്ക് പോകുന്നു എന്ന ചിന്തയാണ് സുമിത്ര സ്വീകരിക്കുന്നത്. അതുപോലെ ഞാൻ തന്നെയാണ് സീത, എൻ്റെ സ്ഥാനത്താണ് നീ സീതയെ കാണേണ്ടത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആ അമ്മ ധർമ്മിഷ്ഠമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടാണ് മകനെ പറഞ്ഞയക്കുന്നത്. സ്വന്തം ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ കഴിയുന്നവനായിട്ട് വളരുക. ഇതാണ് ആ ഒരു അമ്മ മകനിൽ കണ്ട ഏറ്റവും വലിയൊരു കഴിവ്. അതാണ് അപ്പോൾ സുമിത്ര ലക്ഷ്മണനെ അതിന് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഊർമിള, തൻ്റെ ഭാര്യ അല്ലെ ലക്ഷ്മണൻ്റെ ഭാര്യയായിട്ടുള്ള ഊർമിളയെ കുറിച്ചിട്ട് വാൽമീകി രാമായണത്തിൽ വിശദമായിട്ടുള്ള അങ്ങനെ ഒരു വികാര രംഗങ്ങളൊന്നും പറയണില്ല. ഊർമിള കരഞ്ഞു അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് വന്ന പല രാമായണ കഥകളിലും ഊർമിളയുടെ ത്യാഗത്തെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഊർമിള ലക്ഷ്മണൻ്റെ ഭാര്യയാണല്ലോ, സീതയുടെ സഹോദരിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കവിഞ്ഞ വ്യാഖ്യാനങ്ങളൊന്നും നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ രാമനോടൊപ്പം ലക്ഷ്മണൻ പോകുമ്പോൾ അയോധ്യയിൽ പിന്നിലാകുന്ന സ്ത്രീകളുടെ നിരയിൽ ഊർമിളയുണ്ടായിരുന്നു. സീത ഭർത്താവിനോടൊപ്പമാണ് വനത്തിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുത്തതല്ലേ. ഊർമിളയ്ക്കാണെങ്കിലോ ലക്ഷ്മണനോടൊപ്പം പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഒരു നിശബ്ദമായിട്ടുള്ള വേർപാടിൻ്റെ ഒരു വേദന അത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഊർമിള ഈ 14 വർഷവും ആ കൊട്ടാരത്തിൽ കഴിയുകയാണ്. ഇവിടെ വാൽമീകി അതായത് ലക്ഷ്മണന് സുമിത്രയുടെ അനുഗ്രഹം ലഭിച്ചു. അങ്ങനെ അവൻ ഇനി ഒരു രാജകുമാരനായിട്ടല്ല കാട്ടിലേക്ക് പോകുന്നത്. രാമൻ്റെയും സീതയുടെയും സേവകനായും സംരക്ഷകനായിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത്. അവൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ ഇവർ പോവുകയാണ്.
അങ്ങനെ വസിഷ്ഠൻ്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന അമ്പുകളും ആഭരണങ്ങളും കവചവും ദിവ്യായുധങ്ങളും അങ്ങനെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവർ യാത്ര തിരിക്കുകയാണ്. അതുപോലെ വനവാസത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇതെല്ലാം രാജകീയ അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിക്കണമല്ലോ. വനത്തിലാണെങ്കിൽ ഒരു സാധാരണ തപസ്വിയുടെ വേഷങ്ങളിലേക്ക് മാറേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ കാഴ്ച അയോധ്യയിലെ ജനങ്ങൾക്ക് സഹിക്കാനായില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ രാമൻ്റെ പട്ടാഭിഷേകം കാണാൻ കാത്തിരുന്ന ആളുകൾ ഇപ്പോൾ വനത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ദശരഥൻ്റെ പുത്രന്മാരെയും സീതയെയുമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാഴ്ച വളരെ വേദനാജനകം തന്നെയായിരുന്നു. അങ്ങനെ ഈ രാജമന്ദിരം വിട്ട് ഇവർ 3 പേരും പുറപ്പെടുകയാണ്, വനത്തിലേക്ക് പുറപ്പെടുക. അയോധ്യ മുഴുവൻ അവരുടെ പിന്നാലെ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് രാമനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും ഇവരെ പിന്തുടരുന്നത്. പുരുഷന്മാരും സ്ത്രീകളും വയോധികരും കുട്ടികളും കഴിയുന്നത്ര ആളുകൾ രാമൻ്റെ രഥത്തെ പിന്തുടർന്ന് പോവുകയാണ്. രാമൻ അവരെ തിരികെ പോകാൻ പല വിധത്തിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ അതൊന്നും ചെവികൊള്ളുന്നില്ല. അവരുടെ സ്നേഹം കൊണ്ട് അവർ വീണ്ടും വീണ്ടും രഥത്തെ പിന്തുടർന്നുകൊണ്ട് വരികയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലതും സംഭവിക്കാറുണ്ട് ഇല്ലേ. അതായത് ചില വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വഴികളായിരിക്കണമെന്നില്ല. എല്ലായ്പ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന വഴികൾ ചില വഴികളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ എങ്ങനെ നടക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും നിർണ്ണയിക്കുന്നതുമായിട്ടുള്ള ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം. അതായത് നമ്മൾ ധാർമ്മികമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ എവിടെയാണോ എത്തിപ്പെടുന്നത് അവിടെയുള്ള ജീവിതം നമ്മൾ എങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അന്ന് മുതൽ രാജ്യം നഷ്ടപ്പെട്ടവനായിട്ടാണ് രാമൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ദിവസം മുതൽ ലോകം ഓർക്കുന്ന രാമനായിട്ട് അവിടെ ഒരു രൂപമാറ്റം സംഭവിക്കുകയാണ്. അതുപോലെ സീതാദേവിക്ക് കൊട്ടാരം നഷ്ടപ്പെടുകയാണ്. അന്ന് മുതൽ അവളുടെ ധൈര്യത്തിൻ്റെ കഥ ആരംഭിക്കുകയാണ്. ലക്ഷ്മണസ്വാമിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബജീവിതം ഉപേക്ഷിച്ചിട്ടാണ് രാമനോടൊപ്പം പോകുന്നത്. അപ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് മാറുന്നൊരു യാത്രയാണ് ലക്ഷ്മണൻ ആരംഭിക്കുന്നത്. ഇനി കൈകേയിയെ സംബന്ധിച്ചാണെങ്കിലോ, തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു വിപത്ത് തന്നെ അയോധ്യയ്ക്ക് സംഭവിച്ച ആ കൈകേയി എത്രമാത്രം പിന്നീട് വേദനിക്കുന്നുണ്ടെന്ന് രാമായണം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എത്ര വലിയ വേദനയാണ് ഭരതനും അയോധ്യയും അവൾക്ക് സമ്മാനിച്ചത്, എത്ര വലിയ വേദനയാണ് അവൾ അനുഭവിക്കേണ്ടി വന്നത്. അപ്പം നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ പൊതുവെയുള്ള എല്ലാവരുടെയും നന്മ ലക്ഷ്യം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്നും ചിരഞ്ജീവിയായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൈകേയിയെ പോലെ എല്ലാവരാലും വെറുക്കപ്പെട്ടവളായിട്ട് എന്തിനാണ് അത്തരത്തിലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വാർത്ഥ മനോഭാവം ഉപേക്ഷിച്ച് നമ്മൾ നന്മയുടെ വഴി പിന്തുടരുകയാണെങ്കിൽ നമ്മൾ എന്നെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും ചിരകാല പ്രതിഷ്ഠ നേടും. ശ്രീരാമചന്ദ്രനെ പോലെ, സീതാദേവിയെ പോലെ, ലക്ഷ്മണസ്വാമിയെ പോലെ. അങ്ങനെ അവർ യാത്ര തിരിച്ച് അവസാനം ഗംഗാനദിയുടെ തീരത്തെത്തുകയാണ്. അവിടെ അദ്ദേഹത്തെ കാത്ത് നിഷാദ രാജാവായ ഗുഹൻ കാത്തിരിക്കുന്നു. അതായത് രാജമന്ദിരത്തിലെ ബന്ധങ്ങളൊക്കെ പിന്നിലാക്കി കാട്ടിൻ്റെ അതിരുകളിൽ നിന്നും രാമന് ആദ്യമായിട്ടൊരു സൗഹൃദം നേടാൻ സാധിക്കുന്നത് ഈ ഒരു ഗുഹനിലൂടെയാണ്. അങ്ങനെ എല്ലാവരും വളരെയേറെ ക്ഷീണിച്ച് തമസാ നദിയുടെ തീരത്ത് വിശ്രമിക്കുകയാണ്. ഇദ്ദേഹത്തോടൊപ്പം പിന്തുടർന്ന് വന്ന ജനങ്ങളും അവിടെ അദ്ദേഹത്തോടൊപ്പം വിശ്രമിക്കുകയാണ്. അപ്പോൾ രാമനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ പിന്തുടർന്നത്. പക്ഷേ തൻ്റെ വനവാസം ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങളെ തങ്ങളുടെ ജീവിതം ഉപേക്ഷിച്ച് പിന്തുടർന്നത് ശരിയല്ല എന്ന് രാമൻ അറിയായിരുന്നതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിക്കിടന്നപ്പോൾ രാമൻ അവരെ വിട്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ പിറ്റേന്ന് ഉണർന്ന ജനങ്ങൾക്ക് മനസ്സിലായി രാമൻ അവിടെ ഇല്ല, തങ്ങളെ വിട്ടുപോയി എന്ന ദുഃഖം അവരെ ഒരുപാട് തളർത്തി. അങ്ങനെ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വനയാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ രാമൻ മുന്നോട്ട് പോകുമ്പോൾ അയോധ്യയുടെ അതിർത്തിയെല്ലാം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയാണ്. അപ്പോൾ സാരഥിയായിട്ടുള്ള സുമന്ത്രർ അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അവർ ഗംഗയുടെ തീരത്തെത്തി. അവിടെ നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഗുഹന് രാമനോടുള്ള സ്നേഹം വളരെ ആഴത്തിലുള്ളതായിരുന്നു. രാമൻ ഒരു രാജകുമാരനാണെന്ന് ഉള്ളത് കൊണ്ടൊന്നുമല്ല, രാമനെ സ്വന്തം സുഹൃത്തായിട്ട് കാണുന്നത് കൊണ്ടായിരുന്നു ആ സ്നേഹം. അങ്ങനെ ഗുഹൻ അവർക്ക് താമസിക്കാനും ഭക്ഷണത്തിനും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വനവാസത്തിൻ്റെ വ്രതം സ്വീകരിച്ച രാമൻ അതിൽ ലാളിത്യമാണ് തിരഞ്ഞെടുത്തത്.
ഗംഗ കടക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ഗുഹൻ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ രാമൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ മാറ്റം അത് വളരെയേറെ ശ്രദ്ധേയമാണ്. അതായത് അയോധ്യയിൽ അദ്ദേഹത്തിന് എല്ലാം ഒരുക്കി കൊടുക്കാൻ ആളുണ്ടായിരുന്നു. വനത്തിൽ അദ്ദേഹം സ്വന്തം ജീവിതം സ്വയം ക്രമീകരിക്കേണ്ട ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ രാജകുമാരനിൽ നിന്നും വനവാസിയിലേക്കുള്ള ഒരു മാറ്റം അപ്പോൾ പുറമേയുള്ള ഒരു വസ്ത്രത്തിൽ മാത്രമൊന്നുമല്ല, ജീവിതത്തിൻ്റെ ഓരോ തലത്തിലും അത് വളരെയേറെ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രയാഗിലെത്താണ്. ഗംഗ കടന്ന് അവർ പ്രയാഗിലെത്തി. അവിടെ മഹർഷി ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തി. അദ്ദേഹം അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. കുറച്ചു കാലം അവിടെ താമസിച്ച ശേഷം വനവാസത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിട്ട് അദ്ദേഹം ചിത്രകൂടം നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഗംഗയും യമുനയും സംഗമിക്കുന്ന പ്രദേശത്ത് നിന്നും ചിത്രകൂടത്തിലേക്ക് അദ്ദേഹം രാമന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ചിത്രകൂടത്തിലേക്ക് യാത്രയായി. അങ്ങനെ വഴിയിലുടനീളം രാമൻ വനത്തിൻ്റെ സൗന്ദര്യം സീതയ്ക്കും ലക്ഷ്മണനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചിത്രകൂടത്തിൽ എത്തുമ്പോഴാണെങ്കിലോ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന മറ്റൊരു രാമനെ നമുക്ക് കാണാൻ സാധിക്കും. ചിത്രകൂടം എന്നാൽ മലകളും അരുവികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. അവിടെ വനത്തിൽ ലഭിക്കുന്ന പഴങ്ങളും കിഴങ്ങുകളും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ രാമൻ ആ സ്ഥലം വളരെയേറെ ഇഷ്ടപ്പെട്ടു. മഹർഷി വാൽമീകിയുടെ ആശ്രമവും അവർ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ അവരുടെ താമസത്തിനായിട്ട് ഇലകളും മരക്കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ചിട്ടൊരു പർണശാല നിർമ്മിക്കുകയാണ്. ഇവിടെ രാമനും സീതയും ലക്ഷ്മണനും താമസം ആരംഭിക്കുകയാണ്. അങ്ങനെ അയോധ്യയിലെ രാജമന്ദിരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളെന്ന നിലയിലല്ല രാമൻ ചിത്രകൂടത്തിൽ താമസിക്കുന്നത്. ലഭിച്ച ജീവിത സാഹചര്യങ്ങളെ സ്വീകരിച്ച് അതിനുള്ളിൽ തന്നെ ഒരു പുതിയ ജീവിതം പണിയാണ് ഉണ്ടായത്, അല്ലേ? അപ്പോൾ രാജമന്ദിരത്തിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങളൊന്നും ചിത്രകൂടത്തിലില്ല. പക്ഷേ എങ്കിലും സമാധാനമുണ്ട്. പ്രകൃതിയുടെ മടിത്തട്ടിലാണ് അവർ താമസിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷവാന്മാരും സന്തോഷവതിയുമായിരുന്നു. അങ്ങനെ രാമൻ ചിത്രകൂടത്തിലേക്ക് പോകുമ്പോൾ സുമന്ത്രർ തിരികെ അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ രാമനിൽ നിന്ന് വേർപ്പെടുന്നത് അദ്ദേഹത്തിനും വളരെ വേദനയുണ്ടായിരുന്നു. അങ്ങനെ ഗംഗയുടെ തീരത്ത് രാമനെ യാത്രയാക്കി സുമന്ത്രർ തിരിച്ച് രഥവുമായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ കൊട്ടാരത്തിലെത്തി. ഇപ്പം ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് രാമൻ്റെ കാര്യങ്ങളാണ്. അങ്ങനെ രാമൻ ചിത്രകൂടത്തിൽ തൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ ജീവിതം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ സുമന്ത്രരിൽ നിന്നും രാമൻ കൊടുത്തയച്ച സന്ദേശമൊക്കെ കേട്ട ദശരഥൻ അദ്ദേഹത്തിൻ്റെ വേദന അതിര് കടക്കുകയാണ്. രാമനെ കാണാതെ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള അവസ്ഥയിലായി. ഒടുവിൽ അദ്ദേഹം രാമനെ ഓർത്തുകൊണ്ട് തന്നെ ജീവൻ വെടിയാണ്. അങ്ങനെ രാമൻ്റെ വനവാസം ആരംഭിച്ച് അധികം സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് അയോധ്യയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിച്ചത്, രാജാവായിട്ടുള്ള ദശരഥൻ്റെ മരണം. അങ്ങനെ ഭരതൻ ആ സമയത്തൊന്നും അയോധ്യയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം തൻ്റെ ബന്ധുക്കളോടൊപ്പമായിരുന്നു, മാതാവിൻ്റെ ബന്ധുക്കളോടൊപ്പമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ശത്രുഘ്നനുണ്ടായിരുന്നു. അങ്ങനെ ദശരഥൻ്റെ മരണവാർത്തയും രാമൻ്റെ വനവാസവും ഒക്കെ ഭരതൻ അറിഞ്ഞ അവസ്ഥ, അത് അയോധ്യയിൽ രാജാവില്ല, രാമൻ വനത്തിലാണ്, ലക്ഷ്മണനും സീതയും രാമനോടൊപ്പം വനത്തിലാണ്. ഇതൊന്നും അറിയാതെയാണ് ഭരതൻ ദൂരെ മറ്റൊരിടത്ത് താമസിക്കുന്നതല്ലേ. അങ്ങനെ അദ്ദേഹം തിരിച്ച് അയോധ്യയിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം താൻ ഇതുവരെ കണ്ട ഒരു നഗരമല്ല തൻ്റെ മുന്നിലുള്ളതെന്ന് ഭരതൻ മനസ്സിലാക്കുകയാണ്. സാധാരണ ഉത്സവങ്ങളുടെയും ആ ഒരു പ്രതീതി ഉണ്ടായിരുന്ന നഗരം ഇപ്പോൾ ദുഃഖത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ ദശരഥനെ കാണാൻ അദ്ദേഹം ഓടി കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവിടെ ദശരഥനില്ല. അദ്ദേഹം മരിച്ചു എന്ന സത്യം അദ്ദേഹം ഭരതൻ മനസ്സിലാക്കുമ്പോൾ രാമൻ്റെ വനവാസത്തിൻ്റെ കാരണവും കൂടിയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? കൈകേയിയുടെ 2 വരങ്ങൾ, രാമൻ്റെ 14 വർഷത്തെ വനവാസവും ദശരഥൻ്റെ മരണവും അയോധ്യയുടെ ശൂന്യതയും, ഇതിനെല്ലാം പിന്നിൽ തൻ്റെ അമ്മയാണെന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ ഭരതൻ്റെ യഥാർത്ഥ ആ ഒരു പ്രകൃതം പുറത്തേക്ക് വരികയാണ്. ഭരതൻ ഒരിക്കലും രാമൻ്റെ രാജ്യം ആഗ്രഹിച്ചിരുന്നില്ല. തനിക്ക് വേണ്ടി രാമനെ വനത്തിലേക്ക് അയക്കണമെന്നോ രാജ്യം തനിക്ക് ലഭിക്കണമെന്നോ അദ്ദേഹം ഒരിക്കൽ പോലും മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ വിപത്ത്, തൻ്റെ കുടുംബത്തിലെ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചതിൻ്റെ കാരണം താൻ കൂടിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കൈകേയിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
എല്ലാം മനസ്സിലാക്കിയ ഭരതൻ കൈകേയിയെ വളരെ കടുത്ത വാക്കുകളിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദശരഥനോ രാമനോ കൈകേയിയോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചോദ്യം. ഒരു കുറ്റവും ചെയ്യാതെ രാമനെ വനത്തിലേക്ക് അയക്കുകയും അതിൻ്റെ പിന്നിൽ തൻ്റെ പിതാവ് ദുഃഖത്തിൽ മരിക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വളരെ കടുത്ത വാക്കുകളിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദന ഇതൊന്നും ആയിരുന്നില്ല, തനിക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്നൊരു തോന്നൽ. കൈകേയിയുടെ ദുരാഗ്രഹം തൻ്റെ പേരിലാണല്ലോ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനെ വളരെയേറെ വേദനിപ്പിക്കുന്നതായിരുന്നു. അതായത് അദ്ദേഹം വളരെ കടുത്ത ഭാഷ തന്നെ ഉപയോഗിച്ചിട്ടാണ് അവളുടെ പ്രവൃത്തിയെ ധർമ്മവിരുദ്ധമാണെന്നും ഇക്ഷ്വാകു വംശത്തിൻ്റെ പാരമ്പര്യത്തെ തന്നെ അവൾ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പരമ്പരയിൽപ്പെട്ട മൂത്ത മകനാണ് സാധാരണ രാജാവാകുന്നത്. ആ പാരമ്പര്യത്തെ തകർത്തെറിയേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യം തനിക്ക് ലഭിക്കണമെന്ന് ഒരിക്കൽ പോലും താൻ ആഗ്രഹിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാമൻ്റെ സേവകനായിട്ട് ജീവിക്കാനാണ് താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ഇനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൈകേയിയോടുള്ള ഭരതൻ്റെ കോപം ഒരമ്മയോടുള്ള മകൻ്റെ കോപമായിട്ട് മാത്രം കാണാൻ പിതാവിനോടുള്ള ബഹുമാനവും രാജധർമ്മത്തെക്കുറിച്ചുള്ള ബോധം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ പേരിൽ നടന്ന അനീതിയുടെ നേട്ടം സ്വീകരിക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ ഇതിന് ശേഷം ഭരതൻ കൗസല്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൈകേയി ചെയ്തതെല്ലാം ഭരതൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കുമോ എന്നുള്ളൊരു ചിന്ത കൗസല്യയ്ക്ക് ഉണ്ടാകുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഭരതൻ്റെ ദുഃഖം കാണുമ്പോൾ കൗസല്യയ്ക്ക് സത്യമെല്ലാം മനസ്സിലാവുകയും ഈ സംഭവത്തിൽ ഭരതന് യാതൊരു പങ്കുമില്ലെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ച് ഇരുവരും ദുഃഖത്തിൽ കരയുന്ന ഭാഗമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷമാണ് ഭരതൻ്റെ തീരുമാനം വരുന്നത്. അതായത് രാമനെ തിരികെ കൊണ്ടുവരണം. രാമനാണ് അയോധ്യയുടെ യഥാർത്ഥ രാജാവ്. തനിക്ക് ലഭിക്കുന്ന സിംഹാസനം ഒരിക്കൽ പോലും താൻ സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ദശരഥൻ്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം രാജ്യസഭയിൽ ഭരതനോട് അയോധ്യയുടെ രാജ്യം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഭരതൻ അത് നിരസിക്കുകയാണ്. അദ്ദേഹം രാമനെ തേടി വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വലിയ സംഘം തന്നെ ചിത്രകൂടത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഭരതൻ്റെ യാത്രയുടെ പിന്നിൽ അധികാരം നേടാനുള്ള ആഗ്രഹമില്ലായിരുന്നു എന്ന് മനസ്സിലായല്ലോ. അധികാരം ഉപേക്ഷിച്ച് അർഹനായവനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ ഗംഗാതീരത്തെത്തിയപ്പോൾ നിഷാദ രാജാവായ ഗുഹനെ ഭരതൻ കാണുകയാണ്. അങ്ങനെ ഭരതൻ വനത്തിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശമെല്ലാം മനസ്സിലാക്കിയ ഗുഹൻ അദ്ദേഹത്തെ ഗംഗ കടന്ന് വനത്തിലേക്ക് പോയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഭരതൻ മഹർഷി ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തുകയും ഭരദ്വാജനും ആദ്യം ഭരതൻ്റെ ഉദ്ദേശം ഒന്ന് സംശയിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ രാമനെ ഉപദ്രവിക്കാനൊന്നല്ല, അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹവും ചിത്രകൂടത്തിൽ രാമനും സീതയും ലക്ഷ്മണനും താമസിക്കുന്ന സ്ഥലമെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിത്രകൂടത്തിനടുത്തെത്തിയപ്പോൾ വലിയ സൈന്യത്തിൻ്റെയൊക്കെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാണല്ലോ. അപ്പോൾ വനത്തിലെ മൃഗങ്ങളൊക്കെ ഭയന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ രാമന് മനസ്സിലായി ഈ ശബ്ദമെല്ലാം കേട്ടപ്പോൾ സൈന്യവുമായിട്ട് അതായത് തന്നെ കാണാൻ ആരോ വരുന്നുണ്ടെന്നുള്ളൊരു ചിന്ത രാമനുണ്ടായിരുന്നു. രാമൻ്റെ പർണശാല അങ്ങനെ അവസാനം കണ്ടെത്താണ്. അങ്ങനെ വനത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ കുടിലിന് മുന്നിൽ രാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാജമന്ദിരത്തിൽ വളർന്ന ആ രാജകുമാരൻ ഒരു മരത്തൊലിയും ജടയും ഒക്കെ ധരിച്ച് തപസ്വിയെ പോലെ ജീവിക്കുന്ന ആ ഒരു കാഴ്ച ഭരതന് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ താൻ കാരണമാണല്ലോ എന്ന തോന്നലിൽ അദ്ദേഹം ഒരുപാട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ രാമൻ ഭരതനും പരസ്പരം കണ്ടുമുട്ടുകയാണ്. അങ്ങനെ രാമൻ്റെ പാദങ്ങളിൽ ഓടി വന്ന് ഭരതൻ വീഴാണ്. ഏറെ നാളായിട്ട് തൻ്റെ സഹോദരനെ വേർപെട്ട് പിന്നീട് കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം ഒരുപാട് സ്നേഹത്തോടെ ഭരതനെ രാമൻ ചേർത്ത് പിടിക്കുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ സന്തോഷത്തിനും അധികം ആയുസ്സുണ്ടായില്ല. കാരണം ഭരതന് പറയേണ്ടി വന്നതൊരു ദുഃഖ വാർത്തയായിരുന്നു അല്ലേ. അവരുടെ പിതാവായിട്ടുള്ള ദശരഥൻ ജീവിച്ചിരിപ്പില്ല. ഇത് കേട്ടതോടെ രാമൻ ആകെ തകർന്നു പോയി. പക്ഷെ പിതാവിൻ്റെ വാക്ക് പാലിക്കണമെന്ന ഉറച്ച മനസ്സോടെ തന്നെയാണ് രാമൻ മുന്നോട്ട് പോയത്. അപ്പോൾ പിതാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വാക്ക് പാലിക്കപ്പെടേണ്ട കാര്യം ഇനിയില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും അദ്ദേഹം വ്യക്തി നഷ്ടപ്പെട്ടാലും ആ വാക്ക് എന്നെന്നും പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ദൃഢമായിട്ടുള്ള പ്രതിജ്ഞയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ഭരതനോടൊപ്പം തിരിച്ച് രാജ്യത്തിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭരതൻ ഒരുപാട് വേദനിച്ചു.
പക്ഷേ എങ്കിൽ പോലും രാമൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് തയ്യാറായില്ല. കാരണം അത്രമാത്രം ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഭരതൻ്റെ ധർമ്മം എന്താണ്? അർഹമായിട്ടുള്ള രാജ്യം രാമന് തിരികെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ രാമൻ്റെ ധർമ്മം പിതാവിൻ്റെ വാക്ക് പൂർത്തിയാക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗം എന്തെന്നാൽ അധികാരം നേടാൻ ഭരതൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അദ്ദേഹം അത് വിട്ടുകൊടുക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമനാണെങ്കിലോ അധികാരം പിടിച്ചു നിൽക്കുന്നേയില്ല. അധികാരത്തേക്കാൾ വാക്കിനും കടമയ്ക്കുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹോദരന്മാരുടെ ബന്ധം അത് ഏറ്റവും വലിയൊരു മൂല്യമാണ് രാമായണത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. അവസാനം രാമൻ 14 വർഷം പൂർത്തിയാകുന്നത് വരെ അയോധ്യയിലേക്ക് മടങ്ങില്ലെന്ന് മനസ്സിലായപ്പോൾ ഭരതന് മനസ്സിലായി തനിക്ക് രാമനെ മാറ്റി നിർത്തി രാജാവാകാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഭരതൻ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാമൻ്റെ പാദുകങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് രാമൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് ആ പാദുകങ്ങളെ തലയിൽ വെച്ചാണ് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ അയോധ്യയിൽ തിരിച്ചെത്തിയിട്ടുള്ള ഭരതൻ രാജമന്ദിരത്തിൽ താമസിച്ചില്ല. രാമൻ്റെ മടങ്ങി വരവ് കാത്തുകൊണ്ട് അദ്ദേഹം നന്ദിഗ്രാമത്തിൽ രാജകാര്യങ്ങൾ നടത്താൻ അവിടെ നിന്നുകൊണ്ട് രാജകാര്യങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണ്. സിംഹാസനത്തിൽ രാമൻ്റെ പാദുകങ്ങളെ പ്രതിഷ്ഠിച്ച് താൻ രാമൻ്റെ ഒരു പ്രതിനിധി മാത്രമാണെന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം നന്ദിഗ്രാമത്തിൽ ജീവിച്ചിരുന്നത്. ഇവിടെയാണ് രാമൻ രാജ്യം വിട്ടു. പക്ഷേ ഭരതൻ രാജ്യം ഏറ്റെടുക്കാനും തയ്യാറായില്ല. അപ്പോൾ ഒരാളാണെങ്കിലോ അധികാരത്തേക്കാൾ വാക്കിനെയാണ് ആ വാക്ക് പാലിക്കുന്നതിലാണ് മൂല്യം കണ്ടത്. മറ്റൊരാളാണെങ്കിലോ അധികാരത്തേക്കാൾ സഹോദരനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടെ അധികാരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടിയാണിത്. അങ്ങനെ ഭരതൻ തിരിച്ചു പോയല്ലോ. അപ്പോൾ വീണ്ടും തന്നെ തേടി ആളുകൾ വരുമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ രാമൻ കൂടുതൽ ആഴമുള്ള വനത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സീതയും ലക്ഷ്മണനൊക്കെ അദ്ദേഹത്തോടൊപ്പം യാത്ര തുടരാണ്. അങ്ങനെ അവർ ചിത്രകൂടം വിട്ട് മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ദണ്ഡകാരണ്യത്തിലേക്ക് നീങ്ങാണ്. അങ്ങനെ വഴിയിൽ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള അനസൂയ സീതയെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഭർത്താവിനോടൊപ്പം വളരെ ധർമ്മിഷ്ഠതയോടെ ജീവിക്കുന്ന സീതയുടെ ജീവിതത്തെ അനസൂയ വളരെയേറെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ രാമനും സീതയും ലക്ഷ്മണനും കൂടുതൽ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവിടെ നിരവധി മഹർഷിമാർ രാക്ഷസന്മാരുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിൽ കഴിയായിരുന്നു. അവർ രാമൻ്റെ അടുത്തെത്തിയിട്ട് തങ്ങളെ സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വനത്തിൽ തപസ്സും യാഗങ്ങളും ചെയ്യുന്ന മുനിമാരെ രാക്ഷസന്മാർ ആക്രമിക്കുകയും അവരുടെ ആശ്രമങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ രാമൻ അവരെ സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ്. ഇവിടെ നിന്നാണ് രാമൻ്റെ വനവാസം ഒരു യഥാർത്ഥത്തിലുള്ള, അതായത് ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യമായിട്ട് മാറുന്നത്. അയോധ്യയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്തോറും രാമൻ്റെ മുന്നിൽ പുതിയ മനുഷ്യരും പുതിയ പ്രശ്നങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും എത്തുകയാണ്. അങ്ങനെ ദണ്ഡകാരണ്യത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ അവർ ഭയങ്കരമായിട്ടുള്ള രൂപമുള്ളൊരു ജീവിയെ കണ്ടുമുട്ടുകയാണ്. നീണ്ട കൈകളും ഭയപ്പെടുത്തുന്ന ശരീരമൊക്കെയുള്ള ഒരു രാക്ഷസൻ. അത് വിരാധനായിരുന്നു. അവൻ സീതയെ പിടിക്കാനാണ് ശ്രമിച്ചത്. രാമനും ലക്ഷ്മണനും ചേർന്ന് അവനെ നേരിട്ട് അങ്ങനെ സാധാരണ ആയുധങ്ങൾ കൊണ്ടൊന്നും അവനെ പരാജയപ്പെടുത്താൻ കഴിയണില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം അവനെ കീഴടക്കി ഭൂമിയിൽ തന്നെ അടക്കം ചെയ്തു. അതോടെ വിരാതൻ്റെ യഥാർത്ഥ സ്വരൂപം പുറത്തു വന്നു. അതായത് ഒരു ശാപം മൂലം രാക്ഷസ രൂപം ലഭിച്ചിരുന്നൊരു ഗന്ധർവനായിരുന്നു അവൻ. അപ്പം രാമൻ്റെ കൈകൊണ്ട് ഒരു മോചനം നേടുക എന്നതായിരുന്നു ആ ശാപത്തിൻ്റെ അവസാനം. അങ്ങനെ വിരാധൻ്റെ കഥയൊക്കെ കഴിഞ്ഞ് രാമനും സീതയും ലക്ഷ്മണനും കൂടുതൽ ആശ്രമങ്ങളിലൂടെ നീങ്ങുകയാണ്. അങ്ങനെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. അതായത് ദേവേന്ദ്രൻ ശരഭംഗനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എത്തിയിരുന്നു. എങ്കിലും രാമനെ കാണുന്നത് വരെ ഭൂമിയിൽ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ രാമനെ കണ്ട ശേഷം തൻ്റെ തപസ്സിൻ്റെ ഫലമൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം ദേഹത്യാഗം ചെയ്തു. അങ്ങനെ അവർ സുതീക്ഷ്ണ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നുണ്ട്. അവിടെയും കുറച്ചു കാലം താമസിച്ച ശേഷം വീണ്ടും അവർ യാത്ര തുടരാണ്. അങ്ങനെ ഈ യാത്രയിൽ രാമൻ്റെ മുന്നിൽ ഒരേ പ്രശ്നം തന്നെയാണ് വീണ്ടും വരുന്നത്. തപസ്സിൽ കഴിയുന്ന മുനിമാർക്ക് രാക്ഷസന്മാരിൽ നിന്നും സംരക്ഷണം വേണം. അപ്പോൾ ഇതോടൊപ്പം സീതയ്ക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. വനവാസം സ്വീകരിച്ചത് പിതാവിൻ്റെ വാക്ക് പാലിക്കാനാണല്ലോ. എന്നാൽ ഇപ്പോൾ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുന്നത് രാമൻ്റെ വനവാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വനത്തിൽ കഴിയുമ്പോഴാണെങ്കിലോ അനാവശ്യമായിട്ടുള്ള വൈരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിയാണോ എന്നൊരു ചിന്ത സീതയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ രാമൻ്റെ ധർമ്മബോധവും സീതയുടെ കരുണയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഇവർ ദണ്ഡകാരണ്യത്തിലൂടെ യാത്ര തുടരുമ്പോൾ
കൂടുതൽ കൂടുതൽ ആളുകളും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലേറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ് പഞ്ചവടിയിലെത്തിയപ്പോൾ ഈ രാമായണത്തിൻ്റെ കഥ തന്നെ മറ്റൊരു വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗോദാവരിയുടെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള പഞ്ചവടിയിൽ രാമനും സീതയും ലക്ഷ്മണനും ഒരു ചെറിയ പർണശാലയൊക്കെ പണിത് അവിടെ താമസാക്കി. അങ്ങനെ വനത്തിലെ ശാന്തമായ ജീവിതത്തിനിടയിൽ രാമനും ലക്ഷ്മണനും സീതയെല്ലാം കുറേ കാലം സന്തോഷത്തോടെ കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ശൂർപ്പണഖ എത്തുന്നത്. ശൂർപ്പണഖ രാമനെ കണ്ടപ്പോൾ വളരെയേറെ സന്തോഷിച്ചു. അദ്ദേഹത്തിൽ വളരെയേറെ ആകർഷിതയായി. അതായത് രാമൻ വിവാഹിതനാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാമൻ അവളെ ഒഴിവാക്കാൻ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും ലക്ഷ്മണനെ സമീപിക്കുകയാണ് അവളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി. ലക്ഷ്മണനും സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവൾ വളരെയേറെ വേദനിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി സീതയാണ് തനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ സീതാദേവിയെ ആക്രമിക്കാൻ ശ്രമിക്കുക കൂടി ചെയ്തപ്പോൾ ലക്ഷ്മണൻ അവളുടെ മൂക്കും മുലകളുമെല്ലാം വെട്ടിമാറ്റി എന്നാണ്. അങ്ങനെ അപമാനിതയായ ശൂർപ്പണഖ പ്രതികാരത്തിനായിട്ട് തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഖരൻ്റെയും ദൂഷണൻ്റെയും ഒക്കെ അടുത്തേക്ക് ഓടി. അതോടെ പഞ്ചവടിയുടെ ശാന്തതയെല്ലാം മാറി പതുക്കെ അതൊരു യുദ്ധഭൂമിയായിട്ട് മാറാൻ തുടങ്ങുകയാണ്. ഈ ഖരനും ദൂഷണനും എന്നൊക്കെ പറയുന്നത് വലിയ രാക്ഷസന്മാരാണ്. അവർ വലിയൊരു രാക്ഷസ സൈന്യമൊക്കെ ആയിട്ട് രാമനെ ആക്രമിക്കാൻ എത്താണ്. എന്നാൽ രാമൻ ഒറ്റയ്ക്ക് തന്നെ ആ സൈന്യത്തെ എല്ലാം നേരിട്ട് പരാജയപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഖരനും ദൂഷണനും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ രാക്ഷസന്മാരും കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഈ സംഭവം പതുക്കെ ഈ വാർത്തയെല്ലാം ലങ്കയിലെ രാവണൻ്റെ അടുത്ത് എത്താണ്. അപ്പോൾ രാമനെ നേരിട്ട് നേരിടുന്നതിനേക്കാൾ മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് രാമനെ കീഴ്പ്പെടുത്തുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ രാവണൻ സീതയെ അപഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനായിട്ട് രാവണൻ മാരീചൻ്റെ സഹായം തേടുന്നുണ്ട്. അപ്പം മാരീചൻ ഒരു തവണ രാമനിൽ നിന്നും വളരെ വലിയ പ്രഹരം ഏറ്റിട്ടുള്ളതായതുകൊണ്ട് തന്നെ രാമൻ്റെ ശക്തി നേരത്തെ തന്നെ മാരീചൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്നും രാവണനെ പിന്തിരിപ്പിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ രാവണൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ മാരീചൻ സമ്മതിക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു മാനിൻ്റെ രൂപം ധരിച്ചിട്ട് പഞ്ചവടിയുടെ സമീപത്തെത്തി. അങ്ങനെ സീതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അപ്പം അതിനെ കണ്ടപ്പോഴാണെങ്കിലോ സീതയ്ക്ക് വളരെയേറെ സന്തോഷമായിരുന്നു. അങ്ങനെ അതിനെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം തോന്നുകയാണ്. വളരെ ചപലമായിട്ടുള്ള ഒരാഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്രയും വലിയൊരു ദുരന്തം സീതയ്ക്ക് സംഭവിക്കുന്നത്. അപ്പോൾ രാമനെ നിർബന്ധിച്ച് അതിനെ പിടിക്കാനായിട്ട് വനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. രാമൻ മാരീചനെ പിന്തുടർന്ന് പോകുന്നതിന് മുൻപ് തന്നെ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവസാനം രാമൻ്റെ അമ്പേറ്റിട്ട് മാരീചൻ വീഴുന്നുണ്ട്. പക്ഷെ മരിക്കുന്നതിന് മുൻപ് അവൻ രാമൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് സഹായത്തിനായിട്ട് നിലവിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ സീത വിചാരിക്കുന്നത് അത് രാമൻ്റെ ശബ്ദമാണെന്നാണ്. ലക്ഷ്മണനോട് അവൾ പോയി അന്വേഷിക്കൂ, രാമനെ രക്ഷിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഇത്രയേറെ രാക്ഷസന്മാരെ ഒരുമിച്ച് പൊരുതി തോൽപ്പിച്ച തൻ്റെ ജ്യേഷ്ഠന് ഈ ഒരു മാനിനെ വേട്ടയാടി പിടിക്കുക അല്ലെങ്കിൽ ഒരു രാക്ഷസനെ നേരിടുക എന്നത് ഒട്ടും പ്രശ്നമുള്ള കാര്യമല്ല. അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരും. എന്നോട് ജ്യേഷ്ഠൻ പറഞ്ഞിരിക്കുന്നത് ജ്യേഷ്ഠത്തിക്ക് കാവൽ നിൽക്കണം എന്നുള്ളതാണ്. ആ ഒരു വാക്ക് എനിക്ക് തെറ്റിക്കാൻ സാധിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സീത അതിക്രൂരമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്നുണ്ട് ലക്ഷ്മണനെ. നിനക്ക് നിൻ്റെ ജ്യേഷ്ഠനോട് സ്നേഹമില്ലേ? ജ്യേഷ്ഠൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയുള്ളൊരു ദുഷ്ടതയാണോ നിൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിക്രൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ധ്വംസിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴാണ് അവസാനം ലക്ഷ്മണൻ പോകാൻ തയ്യാറാവുന്നത്. അങ്ങനെ ലക്ഷ്മണനും രാമനും അവിടെ നിന്ന് മാറി എന്ന് മനസ്സിലാക്കിയ രാവണൻ സീത ഒറ്റയ്ക്കുള്ള സമയം നോക്കി ആശ്രമത്തിലെത്തി സീതയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹം അതായത് രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് സീതയുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ അതിഥിയായിട്ട് വന്ന രാവണനെ സീത വളരെ ആദരവോടെ സ്വീകരിക്കുകയും പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ യഥാർത്ഥ രൂപം പുറത്തു വന്ന് രാവണൻ സീതയെ വളരെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത്
സീത സഹായത്തിനായി വളരെയധികം നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് ജടായുവിനെ കാണുന്നത്. വളരെ വൃദ്ധനാണ്, അതിശക്തനാണ്, എങ്കിൽ പോലും അതിശക്തനായിട്ടുള്ളൊരു പക്ഷിശ്രേഷ്ഠനാണ് ജടായു. അപ്പം ജടായു ദശരഥൻ്റെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് സീതയെ രാവണൻ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ പ്രായം ചെന്ന പക്ഷിയായിരുന്നിട്ട് പോലും രാവണനെ നേരിടാൻ സാധിക്കില്ല എന്ന് ജടായുവിന് വളരെയധികം അറിയാമായിരുന്നിട്ട് പോലും രാവണനെ തടയാനും നേരിടാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ രാവണൻ ജടായുവിനെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ച് താഴെയിടുകയാണ്. എന്നിട്ടും സീതയെ രക്ഷിക്കാൻ ജടായു ശ്രമിക്കുന്നു. അവസാന നിമിഷം വരെ പൊരുതുന്നു. ഇതിനിടയിൽ രാമനും ലക്ഷ്മണനും ആശ്രമത്തിലേക്ക് ഓടി വരുമ്പോൾ സീതയെ കാണുന്നില്ല. അതോടെ രാമൻ്റെ മനസ്സാകെ തകരാണ്. വനത്തിലെ ഓരോ മുക്കും മൂലയിലും ഇവർ സീതയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ രാജകുമാരനായിട്ടുള്ള ഒരു രാമൻ എന്നതിനേക്കാൾ തൻ്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ്റെ വേദനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ അന്വേഷണത്തിനിടയിൽ ഇവർ ജടായുവിനെ കണ്ടെത്താണ്. അപ്പോൾ അവസാന ശ്വാസങ്ങളിൽ ജടായു സീതയെ രാവണൻ കൊണ്ടുപോയതാണെന്ന് രാമനെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് ജടായു മരണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വന്തം പിതാവിൻ്റെ സുഹൃത്തായതുകൊണ്ട് തന്നെ രാമൻ അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള ആദരവോടുകൂടി അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ സീതയെ നഷ്ടപ്പെട്ട ദുഃഖത്തിനിടയിലും രാമൻ ജടായുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കടമ നിറവേറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അങ്ങനെ സീതയെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇനി രാമായണത്തിൻ്റെ പ്രധാന ഭാഗമായിട്ട് മാറുന്നത്. അങ്ങനെ സീതയെ കണ്ടെത്താൻ രാമൻ ഒരുപാട് പേരുടെ സഹായം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ രാമൻ്റെ ജീവിതത്തിലേക്ക് പലരും കടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭക്തനായ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുക. അതാരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. വൈദേഹി പ്രിയ വൈകുണ്ഠരാമ ശ്രീരാമ ജയ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.